വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിൽ ഈ രാത്രിയിൽ വീണ്ടും ദൈവവചനം പഠിപ്പാനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്നും പല കാര്യങ്ങളും, പൊതുവാകുന്ന ചില കാര്യങ്ങളും നമുക്ക് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അനവധി കാര്യങ്ങൾ തുടർന്ന് നമുക്ക് വരുന്ന ആഴ്ചകളിൽ ചിന്തിപ്പാനായിട്ടുണ്ട്. കഴിഞ്ഞ 2 പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് എങ്ങനെ ഈ നിലയിൽ നമ്മുടെ കൈവശം വന്നു ചേർന്നു എന്നുള്ളതിനെ കുറിച്ച് അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം ഈ 66 പുസ്തകങ്ങൾ മാത്രമടങ്ങുന്ന വേദപുസ്തകമാണോ വാസ്തവത്തിൽ ദൈവവചനം? അതിൽ കൂടുതലോ കുറവോ ഉണ്ടോ? ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ദൈവനിശ്വാസ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവും അവിടുത്തെ ശിഷ്യന്മാരും പഴയ നിയമ തിരുവെഴുത്തുകളെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. യഹൂദ ശാസ്ത്രിമാർക്കോ പുരോഹിതന്മാർക്കോ പരീശന്മാർക്കോ ഒന്നും പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതെ ഇരുന്നു. മലാഖി വരെയുള്ളതാകുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഇസ്രയേലിന്, അല്ലെങ്കിൽ യഹൂദ ജാതിക്ക് നൽകിയത് എന്ന് അവരാഴമായി വിശ്വസിച്ചിരുന്നു. നമ്മളതിനോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് കണ്ടതാകുന്ന ഒരു വിഷയം, ദൈവികമാകുന്ന തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നൽകപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. ദൈവം മനുഷ്യനോട് ഇടപെടുകയും സംസാരിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകളെ എഴുതപ്പെട്ട രീതിയിൽ സൂക്ഷിപ്പാനായി ആവശ്യപ്പെടുകയും ചെയ്തത്. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യന്റെ പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ് ദൈവിക തിരുവെഴുത്തുകൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട നിലയിൽ മനുഷ്യന്റെ കരങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പഴയ നിയമത്തിൽ അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള മനുഷ്യന്റെ വീഴ്ച തുടങ്ങി മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ആരംഭിക്കുകയാണ്. അങ്ങനെ അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിൽ കൂടെ ഒരു പ്രത്യേക ജാതിയെ വേർതിരിക്കുന്നു. മിസ്രയീമിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്നു. പിന്നീട് അവർ അടിമത്വത്തിലേക്ക് പോകുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്നു. എല്ലാം വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. പഴയ നിയമം മുഴുവൻ നമ്മൾ നോക്കിയാൽ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. ആദി മുതൽ, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതാകുന്ന പുസ്തകങ്ങൾ ദൈവം മനുഷ്യനെ അവന്റെ വീണുപോയ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവികമായി അവന് ലഭിച്ചതാകുന്ന ആ പദവിയിൽ നിന്ന് അവന്റെ സ്വയമാകുന്ന തീരുമാനത്താൽ അവൻ മാറിപ്പോയപ്പോൾ അവനെ വീണ്ടെടുക്കുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ വീണ്ടെടുപ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് തിരുവെഴുത്തുകളെ മനുഷ്യന് ദൈവം നൽകിയത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. മലാഖി പ്രവചനം അവസാനിക്കുന്നത് വരുവാനുള്ളതാകുന്ന ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചുള്ളതാകുന്ന പ്രതീക്ഷയോടും പ്രവചനത്തോടും കൂടെയാണ് മലാഖി പ്രവചനം അവസാനിക്കുന്നത്. മലാഖി പ്രവാചകൻ മുതൽ യേശുക്രിസ്തു വരെ ഏകദേശം 400 വർഷങ്ങളുടെ ഒരു വലിയ അന്തരമുണ്ടെന്നും ആ കാലഘട്ടത്തിൽ അനേക എഴുത്തുകൾ, അനേക പുസ്തകങ്ങൾ ഉണ്ടായി. എന്നാൽ അവയൊന്നും തന്നെ യഹൂദന്റെ ന്യായപ്രമാണത്തിന്റെ ഭാഗമായി അവർ അംഗീകരിച്ചിരുന്നില്ല. ആരും അംഗീകരിച്ചിരുന്നില്ല. ആ കാര്യം നമ്മൾ കാണുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഉണ്ടായതാകുന്ന ചില പുസ്തകങ്ങളെ നമ്മൾ പറയുകയുണ്ടായി. അത് അന്ന് യഹൂദന്മാർക്ക് അറിവുള്ളതാകുന്ന പുസ്തകങ്ങളാണ്. അതേ തുടർന്നും
സഭയിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ ഉള്ളവർക്കും ആ പുസ്തകങ്ങളെ കുറിച്ച് അറിവുള്ളതാണ്. അത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പുസ്തകങ്ങളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. 1545 എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് ഇറ്റലിയിൽ ഉള്ളതാകുന്ന ട്രെൻറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയതാകുന്ന ആ കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ചാണ് പഴയ നിയമത്തിൽ യഹൂദന്റെ പഴയ നിയമ പുസ്തകങ്ങളിൽ കാണാത്ത ചില പുസ്തകങ്ങളെ കത്തോലിക്ക സഭ തിരുവെഴുത്തുകളുടെ ഭാഗമായി പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ പുസ്തകങ്ങള് എന്തുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഭാഗമായിരിക്കുന്നില്ല എന്നതാണ് നമ്മൾ ചിന്തിച്ചത്. അതിലെ പ്രധാനപ്പെട്ടതാകുന്ന ചിന്ത ഇതാണ്. ഒന്ന്, ഈ പഴയ നിയമ തിരുവെഴുത്തുകളെ പോലെ യാതൊരു അധികാരവും ഈ പുസ്തകങ്ങൾ അവകാശപ്പെടുന്നില്ല. പഴയ നിയമ തിരുവെഴുത്തുകളുടെ പ്രത്യേകത, thus saith the Lord, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അങ്ങനെയാണ് പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെയും നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പോക്രിഫ പുസ്തകങ്ങളുടെ പ്രത്യേകത, അങ്ങനെയുള്ള ഒരവകാശവാദവും ഈ പുസ്തകങ്ങളിലില്ല. രണ്ടാമതായിട്ട്, പഴയ നിയമ തിരുവെഴുത്തുകളുടെ കസ്റ്റോഡിയൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു. തിരുവെഴുത്തുകൾ അവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പഴയ നിയമ തിരുവെഴുത്തുകൾ ഭരമേൽപ്പിക്കപ്പെട്ടതാകുന്ന യഹൂദന്മാർ ഒരിക്കൽ പോലും ഈ ഒരു പുസ്തകത്തെ പോലും തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, യേശു ക്രിസ്തുവും അവിടുത്തെ അപ്പോസ്തലന്മാരും ഒരിക്കൽ പോലും ഈ പുസ്തകത്തെ തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. നാലാമത്തെ റീസൺ നമ്മൾ കാണുകയുണ്ടായി. തിരുവെഴുത്തിന്റെ ഉപദേശത്തിനും തിരുവെഴുത്തിന്റെ ആ ക്രമമാകുന്ന വെളിപ്പാടിനും നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. തിരുവെഴുത്തിന്റെ വ്യക്തമാകുന്ന വെളിപ്പാടിനും തിരുവെഴുത്തിന്റെ ക്രമമാകുന്ന വെളിപ്പാടിനും നിരക്കാത്ത, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതിനോട് ചേരാത്തതാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഈ കാരണങ്ങളാൽ പഴയ നിയമ തിരുവെഴുത്തുകളുടെ ഭാഗമായിട്ട് അപ്പോക്രിഫ പുസ്തകങ്ങൾ ഇരിക്കുന്നില്ല. 39 പുസ്തകങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിലുള്ള ആ പുസ്തകങ്ങൾ മാത്രമാണ് ദൈവിക തിരുവെഴുത്തുകൾ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, മനുഷ്യന്റെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ടാണ് ദൈവത്തിന്റെ വാക്കുകൾ മനുഷ്യരിലേക്ക് വന്നത്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തില് ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോയി പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. വാസ്തവത്തില് ഈ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ തിരുവെഴുത്തിന്റെ ഭാഗമാക്കി ചേർത്തത് എന്നുള്ളത് 1545 ഇത് അതിന്റെ ഭാഗമായിട്ട് ചേർത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായത്. അതായത് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിലുള്ളതാകുന്ന ആ നവീകരണം വളരെ ശക്തമായിട്ട് യൂറോപ്പില് പടർന്നു പിടിച്ചപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതിന് ദൈവികമാകുന്ന പരിവേഷം നൽകി ദൈവനിശ്വാസ്യമെന്ന് പറഞ്ഞ് പഴയ നിയമ കാനോന്റെ, പഴയ നിയമ തിരുവെഴുത്തുകളുടെ ഭാഗമാക്കി ഇതിനെ തീർത്തത്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, നവീകരണത്തിന്റെ 5 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. ഒന്ന്, സോള സ്ക്രിപ്ചറ, ഓൺലി സ്ക്രിപ്ചർ, തിരുവെഴുത്ത് മാത്രം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു സോള ഫിദെ, വിശ്വാസത്താൽ മാത്രം. 3, സോള ഗ്രേഷ്യ, കൃപയാൽ മാത്രം. 4, സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തുവിനാൽ മാത്രം. 5, സോളി ദിയോ ഗ്ലോറിയ, ഗ്ലോറി ടു ഗോഡ് എലോൺ, മഹത്വം ദൈവത്തിന് മാത്രം. ഈ 5 പദങ്ങളിൽ അല്ലെങ്കിൽ ഈ 5 സെന്റൻസുകളാണ് നവീകരണത്തിന്റെ
അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ഈ 5 ഉപദേശങ്ങളെയും കൗണ്ടർ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അതിന് തടയിടാനുള്ള ചിലതൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട്. മാത്രമല്ല, കത്തോലിക്ക സഭ പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടം പുസ്തകത്തിൽ നിന്ന് മാത്രം പറയുന്നതാണ്. എന്നാൽ വളരെ അത്യാവശ്യമുള്ള കാര്യം മാത്രം ഒന്ന് പറഞ്ഞു പോകട്ടെ, ഒത്തിരി ചരിത്രം ഒന്നും പറയാതെ. ദയവായിട്ട് ശ്രദ്ധിക്കുക. കത്തോലിക്ക സഭ വിശ്വസിക്കുന്നതാകുന്ന 2 പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഒന്ന്, തിരുവെഴുത്ത് വിശ്വാസ്യമാണെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്ത് മാത്രമല്ല, തിരുവെഴുത്തിന്റെ ഒപ്പം അതുപോലെ തന്നെ വിശ്വാസ്യവും അംഗീകരിപ്പാൻ യോഗ്യവുമാണ് സഭയുടെ ഉപദേശവും പാരമ്പര്യവും. നോക്കണേ, ഇതാ ഒരു പ്രധാനപ്പെട്ട വിഷയം. തിരുവെഴുത്ത് വിശ്വാസ്യമാണെന്ന് അവർ പഠിപ്പിക്കുന്നു, അതിന് തർക്കമൊന്നുമില്ല. വേദപുസ്തകം ദൈവനിശ്വാസ്യമാണ്. എന്നാൽ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിരിക്കുന്നത് പോലെ തന്നെ പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ്, സഭ ആചരിച്ചു വന്ന കാര്യങ്ങൾ, ഇതും വേദപുസ്തകം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് കത്തോലിക്കർ വിശ്വസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലേ അനിയൻ ബ്രദറെ, ശരിയല്ലേ? യെസ്. അതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്കരുമായിട്ടൊക്കെ സുവിശേഷം ഷെയർ ചെയ്യുമ്പോഴേ നമ്മൾ വേദപുസ്തകം ഇന്നത് പറയുമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയുന്നറിയോ? പള്ളി പറഞ്ഞ കാര്യങ്ങളാ പറയുന്നത്. അതായത് വേദപുസ്തകം പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയോ പ്രാധാന്യമുള്ളതാണ് സഭയുടെ ഉപദേശം. ഇതൊന്ന്. രണ്ടാമത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, സഭയ്ക്ക് തിരുവെഴുത്തുകളിൽ മേൽ അധികാരമുണ്ട്. രണ്ടാമത്തെ ചിന്ത, സഭയ്ക്ക് തിരുവെഴുത്തുകളിൽ മേൽ അധികാരമുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ആഫ്റ്റർ ഓൾ പഴയ നിയമ യഹൂദൻ തെരഞ്ഞെടുത്തെന്ന് വെച്ചു, എന്നാലും പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് അൾട്ടിമേറ്റ്ലി അംഗീകരിച്ചത് സഭയല്ലേ. നമ്മൾ അതിന് മറുപടി വ്യക്തമാകുന്ന വിശദീകരണം നൽകണം. അവരുടെ ചിന്ത ഇതാണ്, സഭയ്ക്കാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിപ്പാനും, അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ പുസ്തകത്തിന്റെ മേൽ ഒരധികാരം സഭയ്ക്ക് ദൈവം കൊടുത്തേക്കാണെന്ന് അവർ പഠിപ്പിക്കുന്നത്. കാരണം ആത്യന്തികമായിട്ട് സഭയാ ചിന്തിച്ചത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഈ 2 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ഒന്ന്, അവർ പറയുന്നത് തിരുവെഴുത്ത് ഒരു പ്രധാനപ്പെട്ട അധികാരം തിരുവെഴുത്തിനുണ്ട്, എങ്കിലും സഭയുടെ പാരമ്പര്യത്തിന് അതിനേക്കാളും പ്രാധാന്യമുണ്ട്. ഇതിനെ വേദപുസ്തകം എങ്ങനെ കാണുന്നു? നിങ്ങൾ ആ വേദപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ, നോക്കുക, അവിടുത്തെ പ്രധാനപ്പെട്ട
ശിഷ്യന്മാർക്കെതിരെയുള്ളതാകുന്ന ആരോപണം അവര് പൂർവന്മാരുടെ സമ്പ്രദായം അല്ലെങ്കിൽ ട്രഡീഷൻ, പാരമ്പര്യം അവര് അനുസരിക്കുന്നില്ല. ഈ വാസ്തവത്തിൽ എന്താ ഈ പൂർവന്മാരുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്? എന്താ ഈ പൂർവന്മാരുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെന്തുവാ? കർത്താവിന്റെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അൺഹൈജീനിക് ആയിട്ട് കൈയൊന്നും കഴുകിയില്ലേലും ഭക്ഷണം കഴിച്ചോ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അവരുടേതാകുന്ന ചില സമ്പ്രദായങ്ങളും അവർ കൊടുക്കുന്നതാകുന്ന ചില വ്യാഖ്യാനങ്ങളും അവർ തിരുവഴുത്തിനേക്കാളും പ്രാധാന്യമുള്ളതായിട്ട് അവർ കരുതിയിരുന്നു. ഉദാഹരണത്തിന് പഴയ നിയമത്തില് നമ്മൾ കാണുന്നു, ഒറ്റ സെന്റൻസാ, കൊല ചെയ്യരുത്, അത്രമേ ഉള്ളൂ കമാൻഡ്മെന്റ്. എന്നാല് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, കൊല ചെയ്യരുത് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന ആ അഖണ്ഡിതമാകുന്ന ദൈവീക പ്രമാണത്തിന്റെ കൂടെ ചില കാര്യങ്ങളോട് ഇവർ ചേർത്തു. മനസ്സിലാകണമെങ്കിൽ 5-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിൽ എന്തേ ഉള്ളൂ? 10 കൽപ്പനകൾ എങ്ങനെയാ കൊടുത്തേക്കുന്നേ? ഡു നോട്ട് മർഡർ, കൊല ചെയ്യരുതെന്നേ ഉള്ളൂ. അപ്പൊ ഈ കുറെ നാൾ കഴിഞ്ഞപ്പം അതിന്റെ കൂടെ എന്തോ കൂടെ ചേർന്നു. എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടോ? എന്നെ പറയുന്നത് പെട്ടെന്ന് ഞാൻ വിശദീകരിക്കാം. കൊല ചെയ്യരുതെന്നുള്ളതിന്റെ കൂടെ കുറച്ച് പൊടിപ്പും തമ്മിലും കൂടെ ഒക്കെ ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? അതിന്റെ ഗൗരവത്തെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താണെന്ന് വിശദീകരിക്കാം. ഉദാഹരണത്തിന്, നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ചേരുമ്പോൾ നേരെ ഒരു T റോഡാണെന്നിരിക്കട്ടെ, അവിടെ നമ്മൾ കാണുന്ന ഒരു ബോർഡ് എന്താണെന്നറിയാമോ? സ്റ്റോപ്പ്. ഒറ്റ വാക്കേ ഉള്ളൂ, മനസ്സിലാക്കണേ. അതിന് താഴെ വല്ല എഴുതേണ്ട ആവശ്യമുണ്ടോ? നിർത്താതെ പോയി കഴിഞ്ഞാൽ വണ്ടി വന്ന് ഇടിക്കും, അങ്ങനെയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒറ്റ വാക്കിൽ ആ കമാൻഡിന്റെ, ആ നിയമത്തിന്റെ സകല ഗൗരവവും അടങ്ങിയിരിക്കുക. മനസ്സിലാക്കണേ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പ്രമാണം കൊടുത്തപ്പോൾ ഒറ്റ കമാൻഡ്, കൊല ചെയ്യരുത്, ഡു നോട്ട് മർഡർ. ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഇവരുടെ സമ്പ്രദായം അനുസരിച്ച് ഇതിന്റെ കൂടെ ചില കാര്യങ്ങളോടൊക്കെ ഇവരെ ചേർത്തു. അപ്പൊ കർത്താവ് അതാണ് എടുത്തു പറയുന്നത്, ഇവര് കേട്ട് പരിചയിച്ച കാര്യങ്ങൾ, പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. മാത്രമല്ല, ഇവർക്ക് പല കാര്യങ്ങൾക്കും ചില ഉപദേശങ്ങളുണ്ട്. ഒരു ശബത്ത് ദിവസത്തെ കുറിച്ചുള്ളതാകുന്ന കൃത്യമാകുന്ന ഉപദേശം പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ കാലമായപ്പോഴത്തേന് അതിന് കുറച്ച് പൊടിപ്പും തമ്മിലും ഒക്കെ വെച്ചു. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു ശബത്ത് ദിവസത്തെ വഴി. വായിച്ചിട്ടുണ്ടോ? ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം
ശബത്തിന്റെ ആ പ്രമാണത്തിന് ഇവരുടേതാകുന്ന കുറെ കമന്റ്സ് ഒക്കെ ചേർത്തു. എത്ര ദൂരം നടക്കാം, എത്രയും ഭാരമെടുക്കാം, മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് കർത്താവ് ശബത്തിൽ വരണ്ട കൈയുള്ളവനെ സുഖമാക്കുമോ എന്ന് ഇവര് നോക്കിക്കൊണ്ടിരുന്നത്, മനസ്സിലാക്കണേ. അപ്പോൾ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവിക കൽപ്പനകളോടും പ്രമാണങ്ങളോടും കൂടെ ചില സമ്പ്രദായങ്ങൾ, ചില ട്രഡീഷൻസ് യഹൂദന്മാർ ആഡ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇവര് പുസ്തകത്തിലുള്ളതിനേക്കാളും പ്രാധാന്യതയോടെ, അല്ലെങ്കിൽ അതുപോലെയോ അതിലുപരിയോ പ്രാധാന്യതയോടെ ഇവരെന്ത് ചെയ്യുക, ഇതിനെ അംഗീകരിക്കുക. നമ്മളുടെ ഇടയിലും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. പിന്നെ ആദ്യ പിതാക്കന്മാർ അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ. ഏതാ വാക്യം? ഏതാ വാക്യം? അങ്ങനെ വാക്യമുണ്ടോ വേദപുസ്തകത്തിൽ? എന്തോട്ടെ? പാട്ടുണ്ട്. ഇങ്ങനെ പാട്ടുണ്ടാക്കിയ നമ്മളെ അങ്ങ് പാട്ടിലാക്കിയത് വാസ്തവത്തിൽ, മനസ്സിലാക്കണേ. അതായത് ദൈവിക ഉപദേശങ്ങളുടെ കൂടെ മാനുഷിക സമ്പ്രദായങ്ങളെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കൈ കഴുകുന്ന കാര്യത്തെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അവർക്ക് നിഷ്ഠയുണ്ട് എങ്ങനെ കഴുകണമെന്ന്, മനസ്സിലായോ? അങ്ങനെ ശിഷ്യന്മാരെ കഴുകിയില്ല, അതാ ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഇവര് ചുമ്മാതെ അൺഹൈജനിക് ആയിട്ട് വിശപ്പ് വന്നപ്പോൾ എടുത്ത് തിന്ന്, അതല്ല വാസ്തവത്തിൽ ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷിക സമ്പ്രദായങ്ങൾക്ക് ഇവർക്ക് വില കൊടുത്തു. ഇവർ വില കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാര്യത്തെ കുറിച്ചാണ് യേശു കർത്താവ് ഇവരോട് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 6-ാം വാക്യം ശ്രദ്ധിച്ചാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ശ്രദ്ധിക്കണം, മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ. പിന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം എന്ത് ചെയ്യുന്നു? നോക്കിയേ, ദൈവകൽപ്പന വിട്ടുകളഞ്ഞു, പിന്നെ അവരെന്തോ പ്രമാണിക്കാൻ തുടങ്ങി? മനുഷ്യരുടെ സമ്പ്രദായം. 7:9 പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നോക്കിയത്. അപ്പോൾ ഈ ഒരൊറ്റ വാക്യം മതി ഈ കാര്യത്തെ മടക്കാൻ. എന്ത്? ട്രഡീഷൻസിനല്ല, പാരമ്പര്യത്തിനല്ല, മാനുഷിക സമ്പ്രദായങ്ങൾക്കല്ല സ്ഥാനം. പിന്നെ എന്തിനാ സ്ഥാനം? ദൈവകൽപ്പനയ്ക്കാണ് സ്ഥാനം. പ്രിയരുള്ളവരെ, നമ്മൾ പേഴ്സണലി കാത്തലിക്സിനോടൊക്കെ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഈ കാര്യം സ്നേഹത്തിന്റെ ഭാഷയിൽ അവർ കാണിച്ചു കൊടുക്കണം. അല്ലാതെ നിങ്ങളുടേതെല്ലാം തെറ്റാണെന്നുള്ളത് ആ വലിയേട്ടൻ മനോഭാവത്തിൽ ഞാൻ ഓക്കെയാണ് അങ്ങനെ പറയാതെ, സ്നേഹത്തിൽ പ്രാർത്ഥനയോടെ അവരെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ അനേക വാക്യങ്ങള് നമുക്കിതിനോടുള്ള ബന്ധത്തിൽ നൽകുവാനായിട്ട് കഴിയും. സ്തോത്രം ആകട്ടെ. അപ്പോൾ ഈ കാര്യം ഒന്നാമതായി മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് അവർ പറയുന്നത്, സഭയ്ക്ക് തിരുവഴുത്തുകളിന്മേൽ അധികാരമുണ്ട്. കാരണം സഭയാ തീരുമാനിച്ചത് ഏതൊക്കെ തിരുവഴുത്തിന്റെ ഭാഗങ്ങൾ ഇതിന്റെ ഭാഗമായിരിക്കണം. പ്രത്യേകിച്ച് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ അവരുടെ
ചിന്തയനുസരിച്ച് പഴയ നിയമത്തോടും അവർ പലതും ചേർത്തു. അപ്പൊ അവരുടെ ചിന്തയനുസരിച്ച് അവർ പറയുന്നത് സഭയ്ക്ക് അധികാരമുണ്ട്, കാരണം സഭയെ തീരുമാനിച്ചത് ഏതൊക്കെയാണ് അതിൻ്റെ കൂടെ വരേണ്ടത്. എന്നാൽ അത് ശുദ്ധ അബദ്ധമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിന്റെ ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരികയും അന്നു മുതൽ ദൈവസഭയുടെ പ്രധാനപ്പെട്ട മാതൃകയും ഉപദേശങ്ങളും ആ ദിവസം മുതൽ കർത്താവിന്റെ അപ്പോസ്തലന്മാരാൽ ദൈവജനത്തിന് നൽകപ്പെടുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്പം കൂടെ പിന്നീട് വിശദീകരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഇത് പറഞ്ഞ് ഞാൻ പോട്ടെ. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഏതൊക്കെ ദൈവവചനം ആയിരിക്കണമെന്നും ഏതൊക്കെ അല്ലെന്നും അവർ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. ചില വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അതായത് പിന്നീട് അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞ് സഭയല്ല തീരുമാനിച്ചത് ഏതൊക്കെ പുസ്തകം വേദപുസ്തകത്തിന്റെ ഭാഗമായിരിക്കണമെന്ന്. നേരെ മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ന് നമ്മുടെ കൈവശമുള്ള പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ സഭയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും അത് ദൈവത്തിങ്കിൽ നിന്നുള്ള സഭയ്ക്കുള്ള ഉപദേശവും കൽപ്പനയുമായി അവര് അംഗീകരിച്ച് കീഴ്പ്പെട്ട് അനുസരിക്കുകയും ചെയ്തിരുന്നു. തെളിവെന്താണ്? ചില തെളിവുകൾ നമുക്ക് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ഈ ലവോദിക്ക സഭയ്ക്കുള്ള ലേഖനം എന്ത് ചെയ്യും? വാസ്തവത്തില് അതിന്റെ ഉത്തരം വലിയ പ്രയാസമില്ലാതെ നൽകുവാനായിട്ട് കഴിയും. കാരണം ലവോദിക്ക സഭയിൽ നിന്നുള്ള ലേഖനം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് എഫെസോസ് സഭയ്ക്ക് എഴുതിയതെന്ന് നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകത്തിലുള്ള ലേഖനമായി മിക്ക വേദ പഠിതാക്കളും ചിന്തിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. എഫേസ്യ ലേഖനം ഒന്നെടുത്തേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ആ ലൈൻ ഓഫ് തോട്ട് ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും അവിടെ മലയാള വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു സവിശേഷത കാണുന്നുണ്ടോ? ആ ബ്രാക്കറ്റില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയാം? അതിന്റെ കാര്യം എഫേസ്യ ലേഖനത്തിന്റെ അനേക കൈയെഴുത്ത് പ്രതികളുണ്ട്. ചില കൈയെഴുത്ത് പ്രതികളിൽ ആ അഡ്രസ് എഴുതുന്ന ഭാഗം ബ്ലാങ്കാ. മനസ്സിലാക്കണേ? അതായത് ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനാകുന്ന പൗലോസ് എഫെസോസിലുള്ള എന്ന് നമ്മൾ ആ ബ്രാക്കറ്റിൽ കാണുന്നിടത്തുള്ളത് ബ്ലാങ്കാ. മറ്റു ചില കൈയെഴുത്ത് പ്രതികളിൽ എഫെസോസ് ഒന്നുണ്ട് താൻ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഇതിനെക്കുറിച്ച് പുരാതന കൈയെഴുത്ത് പ്രതികളിൽ ഗവേഷണം നടത്തിയ
ദൈവവചനം വിശ്വസിക്കുന്ന വേദപഠിതാക്കൾ നൽകുന്ന അഭിപ്രായം ഇതാ. ആ അഭിപ്രായം ഞാൻ പറയാം. ഈ ലേഖനങ്ങളൊക്കെ തന്നെ സർക്കുലർ ലെറ്റേഴ്സ് ആയിരുന്നു. അതിന്റെ തെളിവ് നമ്മളിപ്പോ കണ്ടല്ലോ. ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ഈ ലേഖനം, അതായത് കൊലോസ്യ ലേഖനം, ലവോദിക്ക സഭയിലും വായിപ്പിക്കണം. അപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ തന്നെ